എഞ്ചിനീയറിംഗ് എസെൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിപ്പയർ വീഡിയോ ആണ്. ഇത് ഫിലിപ്സിന്റെ ഒരു ടവർ സ്പീക്കറാണ്. ഏകദേശം 11,000 രൂപയ്ക്ക് അടുത്ത് റീറ്റെയിൽ പ്രൈസ് ഉള്ളതാണ്. ഈ ഒരു ടവർ സ്പീക്കറിന്റെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഈ ചാനൽ വർക്ക് ചെയ്യുന്നില്ല, ഒരു നോയ്സ് മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്ക് ഈ ഒരു ടവർ സ്പീക്കറിന് നേരെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഫിലിപ്സിന്റെ SPA9080B എന്നുള്ള മോഡലാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിഡ് റേഞ്ച് ഡ്രൈവർ 4 ഇഞ്ചിന്റെയാണ്, 4 ohms ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റൽ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്രീക്വൻസി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ 2.4 ഇഞ്ചിന്റെയാണ്, 4 ohmsന്റെ തന്നെയാണ്. ഡബിൾ ബാഫിൾ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പോർട്ട് ഫ്രണ്ടിലാണ്. ലോ ഫ്രീക്വൻസി ഡ്രൈവർ 8 ഇഞ്ചിന്റെയാണ്, 4 ohmsന്റെ തന്നെയാണ്. അതിന് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരുപാട് പ്രതീക്ഷിക്കാനില്ല. ഇതൊരു ആവറേജ് സബ്വൂഫർ ആണ്. സിംഗിൾ മാഗ്നറ്റ് ആണ്. വലിയ വലിപ്പമില്ല, എന്നാലും അതിന്റെ ആവശ്യത്തിനുള്ള വലിപ്പം അതിനുണ്ട്. ഇത്രയും പവർ ഉള്ള ഒരു ടവർ സ്പീക്കറിന് ഈ ഒരു സബ്വൂഫറൊക്കെ മതിയാവും. ഈ കണക്ഷൻ കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് ക്രോസ് ഓവർ ഇല്ല. സ്പീക്കറിലേക്കുള്ള കണക്ഷൻ വൂഫറിൽ നിന്ന് ഡയറക്റ്റ് പോയിരിക്കുകയാണ്. ഈ പോർട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് 45 ഹെഡ്സിലാണ്. വളരെ എളുപ്പത്തിൽ ഇളകി വരുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 4 ohmsന്റെ 60 വാട്ട് ഡ്രൈവർ ആണിത്. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 40 മുതൽ 20,000 ഹെഡ്സ് വരെയാണ് ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഇനി ആംപ്ലിഫയറിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ ബോർഡ്. പക്ഷേ ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് പവർ സപ്ലൈ. അപ്പോൾ പവർ സപ്ലൈ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് തിരിച്ചു വരാം. ട്രാൻസ്ഫോമറിൽ നിന്ന് പ്രധാനമായിട്ട് 2 ഔട്ട്പുട്ടാണുള്ളത്. ഒന്ന് ആംപ്ലിഫയറിന് വേണ്ടിയിട്ടും ഒന്ന് ബ്ലൂടൂത്ത് ബോർഡിന് വേണ്ടിയിട്ടും. മഞ്ഞ കളറിൽ കാണുന്നതാണ് ആംപ്ലിഫയറിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ. നീല കളറിൽ കാണുന്നതാണ് ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ. ഇതാ ബോക്സിന്റെ ഉൾഭാഗമാണ്. സബ്വൂഫർ താഴെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് റേഞ്ചിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്താണ് മിഡ് റേഞ്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സബ്വൂഫറിന്റെ ബോക്സും മിഡ് റേഞ്ചിന്റെ ബോക്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണം ടവർ സ്പീക്കർ ഉണ്ടാക്കാനായിട്ട്. സബ്വൂഫറും മിഡ് റേഞ്ചും കൂടെ ഒറ്റ ബോക്സിൽ വെക്കരുത്. അത് തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവണം. ഹൈ ഫ്രീക്വൻസി ഡ്രൈവറിലേക്ക് ബേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 22022 ആണ് ആംപ്ലിഫയറിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ വോൾട്ടേജ്. അതേപോലെ USB-ക്ക് വേണ്ടിയിട്ട് 9.5 വോൾട്ട് 300 mAh ഒരു ടാപ്പിംഗ് കൂടെ ഉണ്ട്. ഇനി നമുക്ക് ആംപ്ലിഫയർ ബോർഡിലെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി കാണും. ഒരു റെസിസ്റ്റർ കത്തിപ്പോയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ബയാസ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ ആണെന്ന് തോന്നുന്നു. ഇതൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. എമിറ്റർ റെസിസ്റ്റേഴ്സ് ആണ് ഈ കാണുന്നത്. തൊട്ടിപ്പുറത്ത് വരിയായിട്ട് കാണുന്നതാണ് ബയാസിംഗ് റെസിസ്റ്റേഴ്സ്. ഈ ട്രാൻസിസ്റ്ററിനെ പറയുന്നത് ബയാസ് സ്പ്രെഡർ എന്നാണ്. ഇത് ഹീറ്റ് സിങ്കിന് അടുത്താണ് വെച്ചേക്കുന്നത്. ഹീറ്റ് സിങ്കിന്റെ ടെമ്പറേച്ചർ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെമ്പറേച്ചർ അനുസരിച്ച് ബയാസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ബയാസ് സ്പ്രെഡർ ചെയ്യുന്നത്. ഈ റെസിസ്റ്റർ കരിഞ്ഞിരിക്കുന്നത് കൊണ്ട് വാല്യൂ അറിയാൻ വയ്യ. പക്ഷേ രണ്ടാമത്തെ ചാനലിലും ഇതേ ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. 4 റെസിസ്റ്റർ വീതം ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലിനുമായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കിയാൽ തന്നെ അറിയാം ഈ കരിഞ്ഞുപോയ റെസിസ്റ്ററിന്റെ വാല്യൂ 220 ohms ആണ്. പക്ഷേ ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല. റെസിസ്റ്റർ കരിഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? അത് നമുക്ക് കണ്ടുപിടിക്കണം. ഈ 2 150 ohm 2 watt റെസിസ്റ്റർ ആണ് പ്രീ ആംപ്ലിഫയറിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കുന്നത്. അതായത് പ്രീ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് മാക്സിമം ±18 വോൾട്ടിലാണ്. പക്ഷേ ഈ ആംപ്ലിഫയറിന്റെ പവർ സപ്ലൈ വരുന്നത് ±28 വോൾട്ടിന് അടുത്താണ്. അപ്പോൾ അതെന്തായാലും വോൾട്ടേജ് കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വോൾട്ടേജ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 റെസിസ്റ്റർ ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു സർക്യൂട്ടിനകത്ത് 220 ohms റെസിസ്റ്റർ മാറ്റിയിട്ടു. ഇനി ആ റെസിസ്റ്റർ കത്തിപ്പോകാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനായി ആദ്യം ഞാൻ ഈ ഒരു റെസിസ്റ്ററുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ലോവർ സൈഡ് ഡ്രൈവർ ആയിട്ടുള്ള 2N5551 ചെക്ക് ചെയ്തു. അത് കംപ്ലൈന്റ് ആണെന്ന് കണ്ടു, അതുകൊണ്ട് മാറ്റിയിട്ടു. അടുത്തതായിട്ട് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്തു. അതിന്റെ ബേസും എമിറ്ററും തമ്മിൽ ഷോർട്ട് ആയിരുന്നു. കംപ്ലൈന്റ് ആയതുകൊണ്ട് മാറ്റിയിട്ടു. ഇനി നമ്മൾ ലോ സൈഡ് മാറ്റുമ്പോൾ അതനുസരിച്ച് ഹൈ സൈഡുമായിട്ട് മിസ്മാച്ച് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈ സൈഡും ലോ സൈഡും ഒരുമിച്ചാണ് ഞാൻ മാറ്റിയത്. ബാക്കി റെസിസ്റ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്തു. എല്ലാം കണ്ടിന്യൂറ്റി ഉണ്ട്. അതുമല്ല അതിന്റെ കറക്റ്റ് വാല്യൂ തന്നെയാണ് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഈ 2 റെസിസ്റ്റർ വഴിയാണ് ഡ്രൈവറിലെ
ആംപ്ലിഫയറിലേക്ക് മ്യൂസിക് സിഗ്നൽ പോകുന്നത്. ഇവിടെ കാണുന്നത് 4558 IC ആണ്. ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഡിഫറൻഷ്യൽ ഇൻപുട്ട്. ആംപ്ലിഫയറിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ ആംപ്ലിഫയറിനും ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് കോൺഫിഗറേഷനിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു IC ആണ്. അതിനുള്ള പവർ സപ്ലൈ ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആണ് അതിന്റെ അടുത്തുള്ളത്. ഇനി ഈ കാണുന്നത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ്. ആംപ്ലിഫയറിൽ നിന്നുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിന്റെ നെഗറ്റീവ് ഫീഡ്ബാക്കും കൺട്രോൾ ചെയ്യുന്നത് IC തന്നെയാണ്. പവർ സപ്ലൈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 ആംപിയറിന്റെ ഡയോഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 35 വോൾട്ട് 5600 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു പ്രധാനമായിട്ടുള്ള കാര്യം, ഇതിനകത്തൊരു ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈ തന്നെ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കാരണമുള്ള നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണത്. ഇത് ബേസ് ട്രബിൾ ബോർഡിലേക്കുള്ള കണക്ഷനാണ്. ഇതാണ് ഈ ആംപ്ലിഫയറിലേക്കുള്ള ഓഡിയോ സിഗ്നൽ ഇൻപുട്ട്. ഇത് ലെഫ്റ്റ് സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട്, ഇത് റൈറ്റ് സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട്. ഈ കാണുന്നത് മൈക്കിന്റെ ബോർഡിലേക്കുള്ള പവർ സപ്ലൈ ആണ്. ഇതാണ് മൈക്കിന് വേണ്ടിയിട്ടുള്ള പ്രീ ആംപ്ലിഫയർ സർക്യൂട്ട്. ഇത് ഓക്സിലറി ഇൻപുട്ട് ആണ്. ഇത് റൈറ്റ് സ്പീക്കർ ഔട്ട്പുട്ട് ആണ്. ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂൾ. അതിന്റെ ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷനും കാണാം. അവിടെ ഞാനിപ്പോൾ ഒന്ന് കണക്ട് ചെയ്തിട്ടില്ല. ഇത് ആംപ്ലിഫയറിലേക്കുള്ള സിഗ്നൽ ആണ്. ഇത് RCA ജാക്കിൽ നിന്നുള്ള കണക്ഷൻ. ഇതാണ് ബേസ് ട്രബിൾ എക്കോ ബോർഡ്. ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ ബാക്ക് പാനൽ. ഇതിൽ ബേസ്, ട്രബിൾ, എക്കോ, മൈക്ക് വോളിയം ഇത്രയും കൺട്രോൾസ് ഉണ്ട്. കംപ്ലൈന്റ് വന്ന കമ്പോണൻസ് മാറ്റിയായിരുന്നു. ഇനി നമുക്ക് ഈ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഞാൻ 3 വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ആ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ 18018 1 ആംപിയർ ടാപ്പിംഗിലേക്കാണ്. എപ്പോഴും ആംപ്ലിഫയർ ചെക്ക് ചെയ്യുമ്പോൾ ആംപിയർ കുറഞ്ഞിരിക്കണം, എന്നാൽ വോൾട്ടേജ് ആവശ്യത്തിന് വേണം. അങ്ങനെയുള്ള ഒരു പവർ സപ്ലൈയിൽ നിന്ന് വേണം ചെക്ക് ചെയ്യാനായിട്ട്. മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് പ്രീ ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് ചെക്ക് ചെയ്തു, വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. റെസിസ്റ്റർ ഹീറ്റ് ആവുന്നൊന്നുമില്ല. ഈ റെസിസ്റ്റർ കത്താൻ എന്തായിരുന്നു കാരണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസർ ഇതാണ്. ഔട്ട്പുട്ടിലെ ലോ സൈഡിലെ ട്രാൻസിസ്റ്റർ ഓപ്പൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് ഇല്ല. അപ്പോൾ സ്പീക്കറിന് വേണ്ടിയിട്ടുള്ള കറണ്ട് മൊത്തം കൊടുത്തുകൊണ്ടിരുന്നത് ഡ്രൈവർ ട്രാൻസിസ്റ്റർ ആയിരുന്നു. ട്രാൻസിസ്റ്ററും ഷോർട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ബയാസ് റെസിസ്റ്റർ വഴിയായിരുന്നു സ്പീക്കറിലേക്കുള്ള പവർ പോയിക്കൊണ്ടിരുന്നത്. സ്പീക്കർ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ റെസിസ്റ്റർ കത്തിപ്പോവും. അതായിരുന്നു അവസ്ഥ. റെസിസ്റ്റർ കത്തിപ്പോകാനുള്ള കാരണം ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ഓപ്പൺ ആയതാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, റെസിസ്റ്റർ തന്നെ ഒരിക്കലും കത്തിപ്പോവില്ല. റെസിസ്റ്റർ കത്തിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊരു ഡിവൈസാണ്. അതേതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടാസ്ക്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഡാമേജ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ടുകളെ കുറിച്ച് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇത് പഴയതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൽ നിന്നൊരു മ്യൂസിക് സാമ്പിൾ കേട്ടു നോക്കാം. നമ്മളെപ്പോൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്താലും ട്രാൻസിസ്റ്ററിൻ്റെ ടാബും ഹീറ്റ് സിങ്കുമായിട്ട് ഐസൊലേറ്റഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ചെക്ക് ചെയ്യുക. അസംബിൾ ചെയ്തതിന് ശേഷവും ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് പ്ലേറ്റ് അറ്റാച്ച് ചെയ്യാം.
ഇതുപോലുള്ള റിപ്പയർ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകാറുണ്ട്. ഞാനിവിടെ ബ്ലൂടൂത്തിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ വിട്ടുപോയി. അത് നമുക്കിപ്പോൾ കണക്ട് ചെയ്യാം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു. നമുക്ക് കുറച്ച് മ്യൂസിക് സാമ്പിൾസ് കേട്ട് നോക്കാം. ആദ്യമായിട്ട് ഞാനിത് റൂമിൻ്റെ കോർണറിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്പീക്കറിനെ കുറിച്ച് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുകയാണ്. സൗണ്ട് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ എക്കോ ഉണ്ട്. മ്യൂസിക് പെർഫോമൻസിന് നല്ലൊരു ഓപ്ഷനാണ്. 40 ഹെഡ്സിലാണ് ഇതിൻ്റെ കട്ട് ഓഫ്. 40 ഹെഡ്സിന് താഴേക്കുള്ള ഫ്രീക്വൻസീസ് ഇത് പ്ലേ ചെയ്യില്ല. ഒരു മീഡിയം ക്വാളിറ്റി ഡ്രൈവേഴ്സ് ആണ്. ഇനി ആംപ്ലിഫയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലത്തേക്ക് നല്ല ലൗഡാണ്, അത്യാവശ്യം ബേസും ഉണ്ട്. സോഫ്റ്റ് ബേസ് തീരെ കുറവാണ്. ഇപ്പം ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. അതിനിത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. കാരണം ഇതിൽ മൈക്ക് ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സിലറി ഇൻപുട്ട് ഉണ്ട്, FM ആന്റിനയുണ്ട്. FM കേൾക്കാനും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫുൾ വോളിയത്തിൽ നോയ്സ് ചെറുതായിട്ട് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ മാത്രം വരുന്ന നോയ്സും ഉണ്ട്. സൈലൻ്റ് ആയിട്ടുള്ള റൂമിൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കിടക്കാൻ നേരം പാട്ട് കേൾക്കുന്ന ആളുകൾക്കൊന്നും ഇത് നല്ലൊരു ചോയ്സ് അല്ല. അപ്പോൾ ഇതാണ് ഫിലിപ്സ് SPA9080B. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.